എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കുറച്ച് തക്കാളി തൈ മേടിക്കാനുള്ള പോക്കാണ് കേട്ടോ. ഇറ്റലിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ കൃഷിയൊക്കെ ചെയ്യാനുള്ളൊരു ആഗ്രഹം ഇങ്ങനെ ഉള്ളിലിങ്ങനെ തുളുമ്പിക്കിടക്കുന്നുണ്ടെങ്കിലും നമുക്കതിനുള്ളൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതേ ആദ്യമായിട്ട് ഇറ്റലിയിൽ വന്നിട്ട് 9 വർഷമായി. അപ്പോൾ ആദ്യമായിട്ട് ഇതിങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് കിട്ടി. അപ്പോൾ ഞാനത് മേടിക്കാൻ പോയപ്പോൾ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. അപ്പോൾ ജോലി ചെയ്യുന്നതിന് അടുത്തനായിട്ട് ഇതുപോലെ കുറേ ചട്ടികളും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് കിട്ടിയേക്കുന്നത്. അത് കുറേ ആളായിട്ട് ഒന്നും ചെയ്യാണ്ട് കിടക്കുന്നതുകൊണ്ട് കുറേ കാടും പടലൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റ് ചെയ്ത് ഞാൻ എടുത്ത് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഒന്ന് കൊത്തി ഇളക്കി. മണ്ണൊക്കെ നല്ല മണ്ണാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഈ ഓരോ തൈയും നടുന്നത് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ നാട്ടിൽ എനിക്ക് ചെയ്യാനും എന്താ പറയുക കൃഷിയോടും അതുപോലെ ഫാം ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഇപ്പോഴല്ല, കൊച്ചിലെ മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. തക്കാളി തൈയൊക്കെ നട്ടിട്ട് ഞാൻ ഇത് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഈ ഇത്രയും വളർച്ച കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പൂവിട്ടപ്പോഴൊക്കെ അത് നാട്ടിലും അതെ കേട്ടോ. നാട്ടിൽ ഞാൻ 7 വർഷം കൂടി ഇറ്റലിയിൽ വന്നിട്ട് പോയത് ആദ്യമായിട്ട്. ആ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറച്ച് സ്ഥലമൊക്കെ ഉള്ളതിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം എന്നുള്ളത്. ആ ഒരു സന്തോഷം തന്നെ എനിക്ക് ഇവിടെ ഈ തക്കാളി തൈ നട്ട് അത് എന്താ പറയുക പൂവിട്ട് അതുപോലെ ഇതുപോലെ തക്കാളി ആയി വന്ന് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം അത് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഞാനൊരു 3-3.5 മാസം എടുത്ത് എന്താ പറയുക ഓരോ ഘട്ടമായിട്ട് എടുത്തു വെച്ച വീഡിയോ ആണിത്. കണ്ടില്ലേ, 3.5 മാസമൊക്കെ ആയപ്പോഴത്തേക്കും തക്കാളി പഴുത്ത് ഞാൻ അത് വിളവെടുത്തു. ചെറിയ തക്കാളിയാണ്, അതായത് ചെറിയ സലാഡിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഉള്ള തക്കാളി. ഇതുപോലുള്ള എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ബൈ.